ടെസ്റ്റ് ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് ഇനി വൈഭവ് സൂര്യവംശിയുടെ പേരിൽ. ത്രിരാഷ്ട്ര ഫൈനലിൽ ശ്രീലങ്ക എക്കെതിരെ ഇന്ത്യ എക്കായി 11 പന്തിലാണ് വൈഭവ് 50 റൺസ് അടിച്ചത്. 29 പന്തിൽ ആകെ 94 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് ചേരുന്നു. അനിൽ, എതിർ രാജ്യക്കാരാണെങ്കിലും വൈഭവിന്റെ അടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ബൗളർമാരോട് സത്യം പറഞ്ഞ സഹതാപവും കഷ്ടവും സങ്കടമൊക്കെ തോന്നും. അമ്മാതിരി കരുണയില്ലാത്ത അടിയാണ് വൈഭവ് അടിച്ചു കൂട്ടുക. ഇതിപ്പോ ഈ 11 പന്തിൽ 50 റൺസ് പറഞ്ഞാൽ എത്ര സിക്സ് എത്ര ഫോർ, 29 പന്തിൽ 94 എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ അടിയാണോ അനിൽ? സത്യം ഹാഷ്മി, പറഞ്ഞതുപോലെ തന്നെ ചെക്കൻ ബാറ്റ് എടുത്താൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ റെക്കോർഡുമായി കയറാതെ ഒരു തരമില്ല, അല്ലെങ്കിൽ അതില്ലാതെ പോവില്ല എന്ന തരത്തിലായി കാര്യങ്ങൾ. ഏറ്റവും പുതിയ റെക്കോർഡ് ഇപ്പോൾ ഈ പറഞ്ഞതാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് ഇനി വൈഭവിൻ്റെ പേരിലാണ്. 11 പന്തിലാണ് ഈ 50 റൺസ് പിന്നിട്ടത്. ഒപ്പം തന്നെ സെഞ്ചുറിയിലേക്ക് ഒരു റെക്കോർഡൊക്കെ തന്നെ കണ്ണുവെച്ചതാണ്. 27 പന്തിലെ ജെയ്സൺ മക്കൂർക്കിൻ്റെ പേരിലുള്ള ആ റെക്കോർഡിനും എത്തിപ്പിടിക്കുമെന്ന് കരുതിയതാണ്. പക്ഷേ റെക്കോർഡ് വന്നില്ല. 29 പന്തിൽ ആകെ 10 ഫോറും 8 സിക്സും ഉൾപ്പെടെ 94 റൺസ് അടിച്ചാണ് വൈഭവ് കരക്ക് കയറിയത്. അപ്പോഴും വേണമെങ്കിൽ ബാക്കി പല താരങ്ങളും വേണമെങ്കിൽ സെഞ്ചുറിയുടെ അടുത്തെത്തുമ്പോൾ ഒന്ന് പതിയും ആ മാജിക് നമ്പർ 100 എന്ന മാജിക് നമ്പർ തൊട്ടിട്ടൊക്കെ തന്നെയാണ് വരിക. പക്ഷേ അവിടെ ഒന്നും ഒരിക്കൽ പോലും വൈഭവ് നമ്മൾ IPL-ലും ഒക്കെ തന്നെ കണ്ടതാണ്. വൈഭവ് അതിലൊന്നും ശ്രദ്ധിക്കില്ല. പരമാവധി ബോളിൽ അടിക്കുക, അതും സിക്സർ അടിക്കുക എന്ന് തന്നെയാണ് വൈഭവിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും 4 അടിക്കാൻ നോക്കാറില്ല. സിക്സർ അടിക്കുമ്പോൾ അത് എവിടെയെങ്കിലൊക്കെ ബൗണ്ടറി ലൈനിൽ അടുത്തൊക്കെ കുത്തി ബൗണ്ടറി ആവുന്നു അല്ലെങ്കിൽ 4 ആവുന്നു എന്നതാണ് പറയുക. അതുപോലെയായിരുന്നു വൈഭവിൻ്റെ ഇന്നത്തെ പ്രകടനം ഉണ്ടായിരുന്നത്. 10 ഫോറും 8 സിക്സും എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സെഞ്ചുറി നഷ്ടത്തിൻ്റെ നിരാശ നമുക്കുണ്ട്. പക്ഷേ വൈഭവിന് അത് അടുത്ത കളിയിൽ നോക്കാം എന്നുള്ളത് തന്നെയാണ്. ഇതിന് പിന്നിൽ വേറൊരു കഥയും കൂടിയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ, അതായത് ഈ ത്രിരാഷ്ട്ര പരമ്പരയുടെ ലീഗ് റൗണ്ടിൽ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ വൈഭവിനോട് ഒരു താരം പറഞ്ഞു, നിന്റെ IPL അല്ല ഇത്, അവിടെ പോയി കളിക്കുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ തർക്കമുണ്ടാവുകയും വൈഭവ് ആ താരത്തെ പിടിച്ച് തള്ളുകയും അതിൽ നടപടി നേരിടുകയും അല്ലെങ്കിൽ ആ താരത്തിനുമെതിരെയും നടപടിയൊക്കെ തന്നെ ഉണ്ടായി. എന്തായാലും ആ കലിപ്പ് കൂടി തീർക്കുന്നതായിരുന്നു ഈ ഫൈനലിലെ പ്രകടനം. 11 പന്തിലെ അർദ്ധ സെഞ്ചുറിയോടുകൂടി ശ്രീലങ്കയ്ക്ക് വേണ്ടത് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സച്ചിനൊക്കെ ആണെങ്കിൽ സച്ചിൻ ഒരു സത്യം പറഞ്ഞ ഒരു ദൗർഭാഗ്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കേട് ആ വിഷയത്തിലുണ്ട്. എന്നാലും 90 ആകുമ്പോഴത്തേക്ക് ഒന്ന് പിടിക്കും. പക്ഷേ 99-ലൊക്കെ ഔട്ടായി പോകുന്ന ഒരുപാട് സംഭവം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് വൈഭവിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. 90 ആകുമ്പോഴും സെഞ്ചുറി തികച്ചേക്കാം എന്ന് കരുതി പിടുത്തമൊന്നുമില്ല. അങ്ങ് അടിയാ, ബോൾ വരിക, അങ്ങ് അടിച്ച് കയറ്റുക, അതല്ല വേറെ ഒരു എയിമും ഇല്ല.